ഓക്കെ. അപ്പോൾ ഓഡിയോ സിസ്റ്റം കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്രീനിൽ തന്നെയാണ് വരുന്നത്. ഹോം സ്ക്രീനിൽ പോയിട്ട് ബ്ലൂടൂത്ത് ഓഡിയോ എടുക്കുക. വയർലെസ് അല്ലേ? ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. സ്റ്റാർട്ട് കൊടുക്കുക. എത്ര ഡിസ്പ്ലേ സൈസ് വരുന്നത്? 27 സെൻറ്റിമീറ്റർ. ഓക്കെ. Any song suggestions? ഓഡിയോ സൗണ്ട് ടോംബിൾ സ്വിച്ച് അവിടെ. ഓക്കെ. സ്പീക്കേഴ്സ് എത്ര എണ്ണമാണ് വരുന്നത്? 8 സ്പീക്കേഴ്സ് പ്ലസ് സബ്ബാണ് വരുന്നത്. തിരിച്ച് ഹോമിൽ കയറണമെങ്കിലോ? அந்த ரூல்ஸ் எனக்கு இஷ்டத்துக்கு அப்பப்போ மாற்றிட்டே இருப்பேன். அது கப்சி பண்ணி கேட்டு ஃபாலோ பண்ணேன். அதை விட்டுட்டு ஏதாவது அடாவடி தலை பண்ணி நினைச்ச உன்னை கண்ட துண்டமாக வெட்டி கழிச்சு போட்டுடுவேன். ஒக்கோ டைகர் கா ஒக்கோ. Superstar,
സൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എവിടെ ആയിരുന്നു? സെറ്റിങ്സിൽ പോയിട്ട് ലൈക്ക് ബാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. കസ്റ്റമൈസേഷൻ നമ്മുടെ സറൗണ്ടിങ് എക്സ്റ്റ് ആയത് ബേസ് വിട്ട് ലോ റേഞ്ചൊക്കെ നോട്ടിഫിക്കേഷൻ ബാർ ഉണ്ടല്ലേ, ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം പോലെയൊക്കെ തന്നെ. ഓക്കെ, ഇവിടെ ഫോൾഡ് ക്വിക്ക് എക്സ്റ്റേഡ് നമുക്ക് വേണ്ട കുറച്ച് എമർജൻസി ഐക്കോൺ സപ്പോർട്ടാണ്, റോഡ് സർവീസ് സപ്പോർട്ടാണ്. 24/7 സപ്പോർട്ടായിരിക്കും. RS നമുക്ക് കണക്ട് ചെയ്തവര്. ഫോൾഡും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിന്റെ കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെന്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോഴത്തേക്കും ഈ ബട്ടണിലാണ് വരുന്നത്. നമുക്ക് ഇതിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ഓൺ റൈറ്റ് ഓൺ സ്വിച്ച് ചെയ്തിട്ട് ഈ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് അടങ്ങില്ല, അതിൽ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓ, ഇവിടെ ആണല്ലേ. ലെഫ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലെഫ്റ്റിലേക്ക് കുഴപ്പമില്ല, ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി, ലെഫ്റ്റോട്ട് സ്വിച്ച് ആയി പോകും. ഓ, ശരി ശരി. സീറ്റ് വെന്റിലേഷൻ വരുന്നത് ഇതിലാണ് വരുന്നത്. രണ്ട് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും സീറ്റ് വെന്റിലേഷൻ വരുന്നത്. ഓക്കെ, ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും ആയിരിക്കും വരുന്നത്. ഓണാണോ? ഇപ്പോൾ ഓണായി. ഓ, ശരി. പിന്നെ 3 ലെവൽ അതിൽ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഫാൻ സ്പീഡ് വരുന്നുണ്ട്. ഇത് കോ ഡ്രൈവർ സീറ്റിന്റെ വെന്റിലേഷനാണ്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് ഇതിലല്ല. കുറച്ച് ബട്ടൺസ് അത്യാവശ്യം വേണ്ട കുറച്ച് ഫിസിക്കൽ ബട്ടൺസ്. ഇത് ഫാൻ സ്പീഡ്, ഇത് ഫാനിന്റെ ബ്ലോവർ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സൈഡിലോട്ടാണ്. ഇത് AC ഓൺ ഓഫ് സ്വിച്ച്, ഓട്ടോമാറ്റിക് AC, സ്റ്റാർട്ട് സ്വിച്ച്. ഇത് ഫ്രണ്ട് ഡീഫോക്കസിന്റെ സ്വിച്ചാണ്. ടെമ്പറേച്ചർ കൺട്രോൾ. ക്രൂയിസ് കൺട്രോൾ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു പാഴ്സൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. പ്ലസ് USB-C മുതൽ USB-A ടൈപ്പ് പോർട്ട് വരുന്നത്. വയർലെസ് ചാർജിംഗ് 3.5 അല്ല, മറ്റേ 12 വോൾട്ട് സോക്കറ്റ് അങ്ങനൊന്നുമില്ല. 12 വോൾട്ട് സോക്കറ്റ് വരുന്നത് നമുക്ക് ഈ ആംബ്രസ്റ്റിന്റെ ഈ ബോക്സിനാണ് നമുക്ക് 12 വോൾട്ട് സോക്കറ്റ് വരുന്നത്.
സിംഗിൾ കളർ ആയിരിക്കും. കളർ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടായിരിക്കും. ആ ഇതെന്താ നോയിസ് ക്യാൻസലേഷൻ? സിസ്റ്റം വോളിയത്തിന്റെ സിസ്റ്റം മോഡ്. എക്സ്പ്ലോർ ചെയ്താണ്. അലർട്ട് നോട്ടിഫിക്കേഷൻ കൊണ്ടൊക്കെയാണ് അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ കഴിയാം. അവിടെ ഒരു ബൈക്ക്. ഇവിടെ ഓക്കെയാ. റിവേഴ്സ് എൻഗേജ് ചെയ്യണമെങ്കിൽ ഓക്കെ. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടല്ലേ. വഴിയാണോ അത്? 360 നോക്കാൻ പറ്റില്ലേ? ഓക്കെ. അപ്പോൾ ബ്രോയുടെ പേര്? സനിൽ. അഭിനന്ദ്. താങ്ക്സ്.